Good morning, gentlemen. Good morning. Good morning. Sorry to keep you waiting. It's all right. I'm Alexander. I'm Don. Hello. Sit down. Thank you. This is your fishing trawler, sir. I will explain to you. Fully air conditioned. All the controls are computerized. എല്ലാ സൗകര്യമുള്ള 10 ക്യാബിനാ ഉള്ളത്. We can accommodate 20 crew at a time. But only 5 are enough to run everything. This is the bottom section of freezing plant. The entire capacity is 60 tons. This will help a full month's catchment at one stretch. അത് മാത്രമല്ല കാച്ച്മെന്റ് ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്ക്രീനും ഉണ്ട്. Okay, anything more? With apologies, sir. It's about payment. Don't worry about the payment. You will be getting a foreign exchange of $250,000 before delivery. Thank you, sir. ഈ ട്രോളർ എന്നിവിടെ എത്തും? ഒരു മാസത്തിനകം. Okay, thank you, Mr. Don. Thank you. Thank you very much. Come on. IG ബാലകൃഷ്ണന്റെ മോണല്ലേ അത്? വേണമെങ്കിൽ നിന്റെ പെങ്ങളെന്ന് പറയാം. കൂടെയുള്ളതാരാ? അനിൽ, കൃഷ്ണദാസിന്റെ മകനാ. ഇതിനു മുമ്പും പല ഹോട്ടലുകളിലും റെസ്റ്റോറന്റിലും വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. അജിത്തെ, അനിലും ഐജിയുടെ മകളുമായിട്ടുള്ള ബന്ധം സീരിയസ് ആണോ? ഇതുപോലെ എത്ര? ഒരു കാര്യം ഉറപ്പാണ്, നീയും ഐജിയും തമ്മിലുള്ള ബന്ധം കൃഷ്ണദാസ് അറിഞ്ഞിരിക്കും. അയാൾ മകനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അവനെ ഞാൻ... വേണ്ട, ഉണ്ടായിസം വേണ്ട. അവളുടെ ജീവിതം തകരാതെ നോക്കണം. ആരുമല്ല. എന്ത് വേണം? ഞാൻ ബഹളമുണ്ടാക്കും. പുറത്ത് കേൾക്കില്ല. ഡോറ് തുറന്ന് ഞാൻ ചാടും. ചാടിക്കോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരാണെന്ന്? ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ? അനിൽ, കൃഷ്ണദാസിന്റെ മകൻ. എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ. അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല. ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. മോളെ, അവൻ നല്ലവനല്ല. ഇത് ചതിയാണ്. അവൻ നിന്നെ നശിപ്പിക്കും. അങ്ങനെ അവൻ എന്നോട് നിന്റെ അച്ഛനോടും പകരം വീട്ടും. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ ആരാണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ? പെൺകുട്ടികളെ വളയ്ക്കാൻ ചിലര് ഹീറോയിസം കാണിക്കും, വേറെ ചിലര് പാവസം കാണിക്കും, സിമ്പതി കിട്ടാൻ. But this is the first time സഹോദരന്റെ കുപ്പായോട്ട് ഒരാള്.
ലുക്ക് ഹിയർ മാൻ, ഞാൻ നശിച്ചാലും തന്റെ അടുത്ത് വരാൻ പോകുന്നില്ല. വൺ മോർ തിങ്, മേ ഐ നോ ഹൂ യു ആർ? അലക്സാണ്ടർ. നിന്റെ അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. വിജി, എവിടെയായിരുന്നു നീ ഇതുവരെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ വെച്ചാണ് ഇപ്പൊ എന്താ സ്പെഷ്യൽ ക്ലാസ്? ഓ, ന്യൂസ് ഇവിടെ എത്തിയോ? എന്നെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. എന്ത് പറഞ്ഞടി? ആരും അത്ര മാന്യരൊന്നും ആകണ്ട. ആരാണ് ഈ അലക്സാണ്ടർ? അമ്മയും അയാളും തമ്മിൽ എന്താ ബന്ധം? കള്ളക്കടത്ത് ഒറ്റിക്കൊടുത്താൽ ഇൻഫോമർക്ക് 20% കിട്ടും. അമ്മ എത്ര % ഇയാൾക്ക് കൊടുക്കുന്നത്? വിജി, പിന്നെ അയാൾക്ക് ഇതിൽ എന്ത് താല്പര്യം? അയാൾ ആര്? എന്റെ സഹോദരനോ? അതെ, നിന്റെ അമ്മ ആദ്യം പ്രസവിച്ചത് അവനെയായിരുന്നു. അനിൽ, ഐ ആം നോട്ട് ജോക്കിംഗ്. തമാശ കേട്ട് ചിരിച്ചതല്ല, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നിനക്ക് സന്തോഷമില്ലേ അമ്മയാകാൻ പോകുന്നു പറഞ്ഞിട്ടും? ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായത്. ആട്ടെ, ഞാനെന്താ വേണ്ടത്? അനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്താ മതി. എന്ത് മാരേജോ? നീ ബോംബെയിൽ വളർന്നെന്ന് പറഞ്ഞിട്ടുണ്ടാ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ, ഉടനെ കല്യാണം. ഇനി മോളെ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ആകപ്രായത്തിലും കൂടുതൽ ഭാര്യമാരായനെ ഇപ്പൊ എനിക്ക്. വേറെന്തെങ്കിലും വേണോ? ഡോക്ടറെ കാണാൻ പണമോ, കോമ്പൻസേഷനോ, അങ്ങനെ എന്തെങ്കിലും വേണേ പറഞ്ഞോളൂ. ഐ എം റെഡി ടു പേ. എത്ര വേണം? ആവറേജ് ഒരുത്തി കൊടുക്കുന്നത് നിനക്കും തരാം. അതിനപ്പുറത്തേക്കുള്ള കോപ്പൊന്നും നിനക്കില്ലടി. ചൂടാകാതടി, ആലോചിച്ച് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഓട്ടെ ഞാൻ. ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. നീ എന്നെ വേദനിപ്പിക്കരുത്. ഐ എം സോറി. നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം തരുന്ന ശിക്ഷയായിരിക്കും. അതിന് നിന്നെ ശിക്ഷിച്ചാ പോരെ? അവളെ കൂടെ ആരോടും പറയാനില്ല. അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യവും ഇല്ല. നീ വിചാരിച്ചാൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കില്ലേ? ഇല്ല, അവൻ കൃഷ്ണദാസിന്റെ മകനാണ്. ഞാൻ പറയില്ല. ഇനി പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. ആരുടെ മകനായാലും എങ്ങനെയുള്ളവനായാലും അവളുടെ വയറ്റിലുള്ളത് അവന്റെ കുട്ടിയാണ്. നീ എന്നെ സഹായിക്കില്ലേ? അമ്മയാണെന്ന് വിചാരിക്കണ്ട. അവളെ അനുജത്തിയായിട്ടും കരുതണ്ട. ഒരുപാട് പേരെ സഹായിക്കുന്നവനല്ലേ നീ. നിസ്സഹായ ഒരു വിരുദ്ധ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെന്ന് കരുതിയാൽ മതി. ഞാൻ പോകുന്നു. അപ്പച്ചാ, ആരാ ഇത്? ചേച്ചിയമ്മ.